നല്ല മഴയാണല്ലേ. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇടുക ചെയ്തത്. കാരണം നമ്മളെ വീട്ടിൽ 10 പേരുള്ളതുകൊണ്ട് തന്നെ ഇന്നലെ നമുക്ക് അലക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലത്തെ 2 ബേസിൻ ഓൾറെഡി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ഗ്യാപ്പ് എന്നുള്ള അവസ്ഥ ഇതാണ്. പുട്ടും കൂടെ നനയ്ക്കാൻ വെച്ചിട്ട് ഞാൻ കള ഇടാനായിട്ട് ഇരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതുവരെ കള ഇട്ടതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്ര നല്ല രീതിയിൽ കള ഇടുന്നത്. നമ്മൾ പുറത്തുനിന്നുള്ള പൂക്കൾ മേടിച്ചിട്ട് കള ഇട്ടത് ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നാടൻ പൂക്കൾ കൊണ്ടാണ് ചെയ്തിരുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പാറും കൂടെ ഈ ഒരു പൂക്കൾ കൊണ്ട് അസലൊരു പൂക്കൾ ഇട്ടു കേട്ടോ. കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. മൂലക്കളാണല്ലോ, മൂലക്കളിടാൻ കുറച്ചും കൂടി അങ്ങനെ അവിടെയൊക്കെ വൃത്തിയാക്കി കുറച്ചും കൂടെ നേരം എൻ്റെ കളൊക്കെ ആസ്വദിച്ചതിന് ശേഷം അകത്ത് പോയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കൈയൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകും കേട്ടോ. കാരണം ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അതേ കൂടെ പോകാൻ പറ്റില്ല. പിന്നെ പുട്ടും ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പിള്ളേരെത്തി. നമ്മുടെ വെക്കേഷൻ ആയിട്ടുണ്ടല്ലോ, വന്ന പാടെ തന്നെ അയിനുവിൻ്റെ വക ഇങ്ങനെ നടന്നു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാശുക്കുട്ടൻ ആ കുളം അങ്ങോട്ട് കൊളാക്കി. എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടോ. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും ആ കളം നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തേക്ക് എടുക്കാനുള്ളൊരു യോഗം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നേക്കാ വിഷമമായിരുന്നു പാറുമോക്ക്. കാരണം പാറുമോളും കൂടെ എഫേർട്ട് ഇട്ടിട്ടാണല്ലോ ഈ കളം ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴത്തേനും നല്ല മഴ പെയ്തു. മഴ പെയ്തുകൊണ്ട് ആ വിഷമം അങ്ങോട്ട് പോയി. കാരണം ഇത് കുളമാക്കിയില്ലെങ്കിലും മഴ ഉള്ളതുകൊണ്ട് ആ കളം കുളമാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പ് വാഷിംഗ് മെഷീനത്തെ കഴിഞ്ഞപ്പോൾ പിന്നത്തെ ട്രിപ്പ് വിട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. മാങ്ങയും പുട്ടും ആ കോമ്പിനേഷൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? പിന്നെ നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് പുറത്ത് ഈ സ്റ്റാൻഡ് പുറത്തിറക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഇത് ഫ്ലാറ്റുകളുള്ളവർക്കും അതുപോലെ തന്നെ സ്പേസ് അധികം ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ 1000 സംതിങ്ങിനാണ് ഈ ഒരു സാധനം മേടിച്ചത്. ഇതിൻ്റെ വില കുറവുള്ളതും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 6 വീട്ടിൽ ഇടേണ്ടത് ഞാൻ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷർട്ടുകളാണെങ്കിലും ഹാങ്ങറിലിടാൻ ഒരുപാട് സ്പേസ് ഇവിടെ ഉണ്ട് കണ്ടോ. അത് അഡ്ജസ്റ്റബിൾ ആണ്. അടിയിൽ നമുക്ക് ഈ ഒരു ടയർ ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും മുന്തി നടക്കാം, വെയിലത്ത് വയ്ക്കാം, അകത്ത് വയ്ക്കാം, ഈസിയാണ് കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഓഫീസിൽ കയറി പിള്ളേരോട് ഓണം സെലിബ്രേഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ കാക്കിരിയപ്പനൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴുകിയൊക്കെ വെക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ ഓണം വിശേഷങ്ങളായിട്ട് വേഗം തന്നെ വരാം കേട്ടോ.